ഹലോ ഗൈസ്, ഈ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തി പോവാൻ വന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ, അവൻ ഫോറൻസിക് പഠിക്കണോണ്ട് ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവന് ഇന്റേൺഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ പോണതാണ്. ഇരിഞ്ഞാലവിടെയുള്ള DYSP ഓഫീസിൽ കേട്ടാ പോണു. ഇവനാണെങ്കിൽ കോളേജിൽ നിന്ന് തന്ന ഫോം മാത്രമായിട്ട് ഉള്ളിൽ കയറി പോയി വയനാട്ട് സ്പീഡിൽ തിരിച്ചു പറഞ്ഞേച്ചോട്ടാ. വരുമ്പോ ആധാർ കാർഡിന്റെ കോപ്പി ലെറ്റർ ആയിട്ട് വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു പേപ്പർ A4 വാങ്ങിച്ചാൽ എന്തുട്ട് എഴുതണ്ടെന്ന് അറിയാത്ത കാരണം ഇപ്പൊ ChatGPT സഹായത്തോണ്ട് എഴുതി തീർത്ത് തന്നെ. അങ്ങനെ ഇതെങ്ങനെ ഞങ്ങളുടെ എഴുതി തീർത്ത ശോകത്തോണ്ടും രാവിലെ തന്നെ ചായ കുടിക്കാത്തതിന്റെ ക്ഷീണത്തോണ്ടും അടുത്തുള്ള കടയിൽ പോയിട്ട് വട കഴിക്കട്ടാ. ഒപ്പം കുടിക്കാനായിട്ട് 2 സംഭാരവും പറഞ്ഞു. ആ ചേട്ടനാണ് ഈ സംഭാരത്തിൽ ഇഞ്ചി മുളകൊക്കെ ഇട്ട് തന്ന കാരണം കണ്ണീന്ന് മുക്കി നോക്കി പോയി. അങ്ങനെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ കാഴ്ച കാണും. ഇവിടെയുള്ള വണ്ടികളാണെങ്കിൽ പൂപ്പൽ പിടിച്ചിട്ടും എഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ചെടിയൊക്കെ മുളച്ചിട്ടൊക്കെ അവിടെ കാറും ബൈക്ക് ഓട്ടോറിക്ഷ മാത്രമല്ലാണ്ട് ഇങ്ങനെ ഒരു മുതൽ കൂടി ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി അപേക്ഷ കൊടുത്ത് ഇപ്പൊ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണ വഴിക്കാണ് ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അവനാണെങ്കിൽ ബോംബെ പോയിട്ട് ഒരു കല്യാണം കൂടി വന്നപ്പോൾ ഉള്ള സീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ അത് മൊത്തം നിന്ന് തീർക്കാൻ അവിടെ ഇരിക്കുന്നതന്നെ. ഉച്ച ഞാൻ ഇപ്പൊ കൊള്ളിയും പൂട്ടിയും കഴിക്കാനായിട്ട് എവിടുന്നോ പൊട്ടി മുളച്ചൊരു പൂതി. ഇവിടെ ഇങ്ങനെ ഒരു വൈബില് റേഡിയോയില് പാട്ടും കേട്ടൊക്കെ കഴിക്കാൻ വേറൊരു രസാട്ടാണ്. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ടൈമില് വീടിനടുത്തുള്ള പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ കളിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ബൂട്ടാണെങ്കിൽ വേറെ കൂട്ടുകാരുടെ വീട്ടിലിരിക്കുന്നത്. ആ വിഷമത്തിലാണെങ്കിൽ എല്ലാത്തിനും വിളിച്ചു കൂട്ടി ഇപ്പൊ വൈകുന്നേരം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ബൂട്ടൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ബോളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കുറെ നാൾ കളിക്കാത്ത കാരണം ആ ബോൾ പഞ്ചറായ കാര്യം എല്ലാവരും വിട്ടുപോയി. വേറെ പിള്ളേരെ ബോൾ എടുത്തിട്ടാ ഇന്ന് കളിച്ചത് തന്നെ. അപ്പൊ ബൈ.